അതിർത്തിയിൽ സേനാ വിന്യാസം കൂട്ടിയെന്ന് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് അറിയിക്കുന്നു. ഇന്ത്യൻ കരസേനയുടെ വിന്യാസം അതിർത്തിയിൽ കൂടുതലാക്കി ജനവാസ മേഖലകളിൽ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾ ചെറുത്തു തോൽപ്പിക്കാൻ സേനാ വിന്യാസം അതിർത്തിയിൽ കൂട്ടിയെന്ന വാർത്ത കൂടി ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ആഷ്മി, എസ് കെ ആ വാർത്താ സമ്മേളനം ഒരു നിർണായകമായ വാർത്താ സമ്മേളനമാകാൻ ഇടയുണ്ട്. എസ് കെ ഒരുപക്ഷേ ഈ പറയുന്ന F-16 JS-17 വിമാനങ്ങൾ വെടിവെച്ചിട്ടതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. നമ്മുടെ കസ്റ്റഡിയിലുള്ള പൈലറ്റുമാരുടെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ പറഞ്ഞിരുന്നില്ല. അത് സൈന്യത്തിന് ചില രീതികളുണ്ട്, അത് പറയേണ്ട സമയത്ത് മാത്രമേ പുറത്തേക്ക് പറയുകയുള്ളൂ. അതിനെപ്പറ്റി ചോദ്യങ്ങളും ഉണ്ടായിരുന്നില്ല, അത് മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അത് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ ഒരു നിർണായകമായ കാര്യം അറിയാനുള്ളത്, ഇപ്പോൾ ഈ ഓപ്പറേഷൻ ബുന്യാനുൽ മർസൂസ് അല്ലെങ്കിൽ അൺബ്രേക്കബിൾ വാൾ എന്ന പേരൊക്കെ ഇട്ട് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അവർ പ്രഖ്യാപിതമായ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ ഇന്ത്യയുമായി യുദ്ധത്തിലാണ് എന്നവരുടെ പ്രതിരോധ വക്താവ് ആവർത്തിച്ച് പറയുമ്പോൾ ഈ പറയുന്ന രീതിയിൽ അവരുടെ ആണവായുധങ്ങളുടെ ചുമതലയുള്ള നാഷണൽ കമാൻഡിനെ വിളിച്ചു വരുത്തി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ചില ചർച്ചകൾ നടത്താൻ ഉന്നമിടുമ്പോൾ ആ വാർത്ത പുറം ലോകത്തേക്ക് വലിയ അർത്ഥത്തിൽ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അത് പാകിസ്ഥാൻ ചില കാര്യങ്ങൾ കൺവേ ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എസ്കലേഷനെ പരമാവധിയാക്കുക എന്നുള്ളതാണ്. നമുക്ക് അതിനെ ബുദ്ധിപൂർവ്വം മാത്രമേ, അല്ലെങ്കിൽ അതിനെ വിവേകപൂർവ്വം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. നമ്മൾ സ്റ്റേബിളായ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നുള്ളത്. എനിക്ക് പാകിസ്ഥാന് മേല് കീഴ് നോക്കാനില്ലാത്ത രാഷ്ട്രമാണ്. സ്കേൻ മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറയുന്ന മട്ടിൽ അങ്ങേയറ്റം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന, എന്ത് സംഭവിച്ചാലും അവർ നെവർ മൈൻഡ് ആയിട്ടുള്ള അവരുടെ ജനങ്ങളുടെ ജീവൻ വെച്ച് പോലും പന്താടുന്ന നമ്മൾ കണ്ടതാണ്. ലാഹോർ വിമാനത്താവളത്തിൽ അല്ലെങ്കിൽ കറാച്ചി വിമാനത്താവളത്തിലേക്ക് ഇറങ്ങുന്ന വിമാനങ്ങൾ വ്യോമപാതയിൽ വലിയ എയർ ട്രാഫിക് ഉള്ള സമയത്ത് അവർ ഇത്തരത്തിൽ ഡ്രോണുകളും മിസൈലുകളും നിരന്തരം മഴ പോലെ ഇങ്ങോട്ടേക്ക് വിട്ട കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ തിരിച്ച് ഏതെങ്കിലും ഒരു ഒറ്റ ഡ്രോൺ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന ജീവഹാനി അത് ഭീകരമാണ്. അപ്പോൾ അവരുടെ സ്വന്തം ജനതയുടെ ജീവൻ വെച്ച് തന്നെ പന്താടുന്ന ഒരു രാഷ്ട്രത്തിൽ എന്തും ചെയ്യാം. നമ്മളതുപോലെയല്ല. നമ്മൾ കുറച്ചുകൂടി ലോകത്തിന് മുകളിൽ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രമാണ്. നമ്മൾ വലിയ കരുത്തുറ്റ ജനാധിപത്യ രാഷ്ട്രമാണ്. അപ്പോൾ ഏത് രീതിയിലാണ് പാകിസ്ഥാൻ്റെ ഈ പ്രകോപനങ്ങളെ ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള മേഖലയിൽ ഒരു പൂർണ്ണാർത്ഥത്തിൽ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ പാകിസ്ഥാൻ മനഃപൂർവ്വം ഒരു ട്രാപ്പ് ഒഴുക്കുന്നോ എന്ന സംശയം ഇതിനോടകം തന്നെ ലോകത്തെ ചില പ്രധാനപ്പെട്ട നയതന്ത്ര വിദഗ്ധരൊക്കെ അല്ലെങ്കിൽ പ്രതിരോധ വിദഗ്ധരൊക്കെ ആ സംശയം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് അതിനോട് പ്രതികരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ പത്തരയ്ക്ക് ചേരുന്ന വാർത്താ സമ്മേളനം അതിനിർണായകമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ഇപ്പോഴും നമ്മൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഇന്നലെയും കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും നടത്തിയ വാർത്താ സമ്മേളനം നമ്മൾ പറയുന്നത്, എന്താണോ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് തരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏത് ഡൊമൈനിലാണോ, ഏത് ഇൻറ്റൻസിറ്റിയിലാണോ, അതേപോലെ തന്നെ അതേ നാണയത്തിൽ മാത്രമാണ് ഇപ്പോഴും മറുപടി എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവരിങ്ങോട്ട് ഒരു ഡ്രോൺ അയച്ചാൽ തിരിച്ച് ഒറ്റ ഡ്രോൺ മാത്രം അയക്കുന്നു. അവർക്ക് 10 10 ആ രീതിയിൽ മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഈ പറയുന്ന സൈനിക ഭാഷയിൽ എസ്കലേഷൻ ലാഡർ എന്ന് പറയുന്നതിൽ ഒരു പടി നമ്മൾ കയറി നിൽക്കുന്നില്ല. അടിക്ക് തിരിച്ചടി എന്ന് മാത്രമേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നുള്ളൂ. അപ്പോൾ പാകിസ്ഥാൻ അത് മനസ്സിലാക്കുന്നില്ല. പാകിസ്ഥാൻ ഓർത്തു നോക്കണം, ഡൽഹിയിലേക്ക് ഫത്താ മിസൈലൊക്കെ അയക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭീകരമാണ്. നമ്മൾ ഹരിയാനയിലെ സിർസയുടെ ആകാശത്ത് വെച്ച് അത് തകർത്തിട്ടു, ശരിയാണ്. പക്ഷേ അങ്ങനെ ഒരു ചിന്ത അവർക്കുണ്ടാകുന്നു. എസ്കേൻ ഡൽഹി എന്ന് പറയുന്ന നമ്മുടെ പ്രൈഡായ, നമ്മുടെ പ്രസ്റ്റീജായ രാജ്യതലസ്ഥാനത്തേക്കാണ് അവരുടെ ഈ പറഞ്ഞ ഫത്ത കളിപ്പാട്ടം ലക്ഷ്യം വെച്ചതെങ്കിൽ അതിന് അർഹിക്കുന്ന മറുപടി കൊടുത്തേ മതിയാവുകയുള്ളൂ. നമ്മൾ യുദ്ധത്തിനില്ല, നമ്മൾ എസ്കലേഷനില്ല. ലോക സമാധാനം അതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. പാകിസ്ഥാൻ അതിൽ കാര്യമായ ഉത്തരവാദിത്തം വഹിക്കാനുള്ള കെൽപ്പുള്ള രാജ്യമാണോ എന്നറിയില്ല. എന്തായാലും അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാനം നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യതലസ്ഥാനത്തേക്കാണെങ്കിൽ രാജ്യതലസ്ഥാനം ലക്ഷ്യം വെച്ചാണ് അവർ ഈ ഫത്ത അയച്ചതെങ്കിൽ അതിനുള്ള ബഫിറ്റിംഗ് മറുപടി രാജ്യം കൊടുക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ 3 എയർബേസുകൾ ഇല്ലാതായി കളഞ്ഞ കാര്യം, 3 എയർബേസുകൾ തകർത്ത കാര്യം, അവരുടെ റാവൽപിണ്ടിയിലെ പ്രധാന എയർബേസ് അടക്കം, റാവൽപിണ്ടിയിലെ പ്രധാന നൂർഖാൻ എയർബേസ് അടക്കം ആക്രമണത്തിനിരെ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ആരോപണം പറയുന്നതല്ല, ഏതെങ്കിലും തരത്തിൽ അവ്യക്തമായ വാർത്ത പറയുന്നതല്ല. പാക് സർക്കാർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാക് സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നു. ഓപ്പറേഷൻ ബുന്യാനുൽ മുരീദ് എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ കാരണമായി അവർ പറയുന്നത് ഇന്ത്യ അവരുടെ 3 എയർബേസുകൾ ആക്രമിച്ചു. അതിൽ പ്രധാനം നൂർഖാൻ എയർബേസ്, റാഫിക് എയർബേസ്, മുരീദ് എയർബേസ്. അവരുടെ സൈനികമായി ഏറ്റവും പ്രാധാന്യമുള്ള ഒരുപക്ഷെ ലോഞ്ച് പാഡുകൾ എന്ന് പറയാവുന്ന ഈ പറയുന്ന ഡ്രോണുകൾ മഴ പോലെ വിടാൻ അവരെ കെൽപ്പുണ്ടാക്കുന്ന ഡ്രോണുകളുടെ ലോഞ്ച് പാഡ് എന്ന് പറയാവുന്ന 3 എയർബേസുകൾ തകർത്തു എന്ന് സ്ഥിരീകരിക്കുന്നത് പാക് സൈന്യം തന്നെയാണ്. അതിശക്തമായ മറുപടി
ഇന്ത്യ ഈ സമയങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവരുടെ റഡാർ സംവിധാനങ്ങൾ ഒന്നല്ല, പലയിടങ്ങളിൽ അവരുടെ റഡാർ സംവിധാനങ്ങൾ, അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം മറുവശത്ത് അവർ കണ്ണുമൂക്കുമില്ലാതെ ഡ്രോണുകൾ കുറച്ചെടുത്ത് ഇങ്ങോട്ടേക്ക് അടിക്കുകയാണ്. അത് നമ്മുടെ ജനവാസ മേഖല, ഫിറോസ്പൂരിൽ ജനവാസ മേഖലയിലേക്ക് അയച്ച ഡ്രോൺ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേൽക്കുകയും ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതൊരു സ്ത്രീയാണ്. അങ്ങനെ നമ്മൾ ഷെല്ലാക്രമണം കണ്ടു. ഷെല്ലാക്രമണം പൂഞ്ചിലൊക്കെ നിരപരാധികളായ, നിസ്സഹായരായ, നിരായുധരായ പാവ മനുഷ്യർക്ക് നേരെയാണ് പാകിസ്ഥാൻ ആക്രമണം. അതിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിന് കുറ്റം പറയാൻ കഴിയില്ല. അവർ സ്വന്തം രാജ്യത്തെ ജനതയുടെ ജീവന് വിലവെക്കാത്തവർ അവരുടെ ശത്രുരാജ്യം എന്നവർ വിളിക്കുന്ന ഒരു രാജ്യത്തെ പാവ മനുഷ്യരുടെ ജീവൻ വിലവെക്കുമോ? അപ്പോൾ നമുക്ക് അത്തരത്തിൽ വിലോദ ബെൽറ്റായിട്ടുള്ള പാകിസ്ഥാൻ നടപടികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 10:30 വാർത്താ സമ്മേളനത്തിൽ അതല്ലാതെ കുറേയധികം നിർണായക ചോദ്യങ്ങൾ കൂടി നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി നമ്മൾ തേടുന്നു. ഈ പറയുന്നത് പോലെ F-16, F-17 വിമാനങ്ങൾ വെടിവെച്ചിട്ടതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, അതിലെ പൈലറ്റുമാർ കസ്റ്റഡിയിലുണ്ടെങ്കിൽ പൈലറ്റുമാരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, അത് വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ബാർഗെയിനിങ് സാധ്യമാകുമോ എന്നുള്ള ചോദ്യങ്ങൾ, അതൊക്കെ എത്രത്തോളം ഏതർത്ഥത്തിൽ നമ്മുടെ സൈന്യത്തിന് അത് പുറത്തേക്ക് ഇപ്പോൾ പറയാൻ കഴിയും എന്ന കാര്യം നമുക്കറിയില്ല. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളോ ഏതെങ്കിലും തരം ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ പോലും നമ്മൾ തിരിച്ചടി കൊടുക്കുമ്പോൾ ഏതൊക്കെ മേഖലകൾ നമ്മൾ ലക്ഷ്യം വെച്ചുവെന്നും എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുവെന്നും ഒക്കെയുള്ള വാർത്താ സമ്മേളനത്തിൽ ചില സ്ഥിരീകരണങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് പൂർണ്ണമായും സൈന്യത്തിൻ്റെ വിവേചനാധികാരമാണ്. സൈന്യത്തിൻ്റെ ഓപ്പറേഷന് ഏതെങ്കിലും തരത്തിൽ നേരിയതായി പോലും വിഘാതമാകുന്ന ഒരു കാര്യവും സൈന്യം പുറത്തേക്ക് പറയുന്നില്ല. നമ്മൾ ആ ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇതൊരു എസ്കലേഷൻ കാലമാണ്. 100% സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ മാത്രമാണ് കാര്യങ്ങൾ. അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുക എന്നത് മാത്രമാണ് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം. എന്തായാലും ഒരു കാര്യം, ഈ പറയുന്ന ഓപ്പറേഷൻ ബുന്യാനുൽ മുരീദ് എന്ന് പറഞ്ഞാൽ അൺബ്രേക്കബിൾ വാൾ എന്നാണ് എസ്കേൻ അതിൻ്റെ പേര്. എന്തൊരു തമാശയാണെന്ന് ആലോചിച്ച് നോക്കണം. 500ഓളം 400 ഡ്രോണുകൾ ആദ്യ ദിവസം, എസ്കലേഷൻ്റെ ആദ്യ ദിവസം 400 ഡ്രോണുകൾ മിനിഞ്ഞാന്ന് ഇങ്ങോട്ടേക്ക് അയച്ചിട്ട് 400-ൽ ഒറ്റ ഒരെണ്ണം പോലും നിലം തൊടാൻ കഴിയാതെ വണ്ണം ആകാശത്ത് വെച്ച്, ഇന്ത്യയുടെ ആകാശത്ത് വെച്ച് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ധൂളിപടലമായി മാറി. അതിനുശേഷം പിന്നെയും അയക്കുന്നു, പിറ്റേ ദിവസവും അയക്കുന്നു 26ഓളം കേന്ദ്രങ്ങൾ, അത് മുഴുവൻ ധൂളിപടലമാകുന്നു. അവരുടെ ഫത്താ മിസൈൽ, അത് ഫത്താ മിസൈൽ ആണെങ്കിൽ അത് സ്ഥിരീകരിക്കാൻ കഴിയുമെങ്കിൽ അത് ഫത്താ മിസൈൽ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ മിസൈൽ സിസ്സയിൽ വെച്ച് തകർക്കപ്പെടുന്നു. അവരുടെ ഈ പറയുന്ന റഡാർ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നു. അവരുടെ ലാഹോർ എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു സൈനിക കേന്ദ്രത്തിൻ്റെ ആകാശം വ്യോമ പ്രതിരോധമില്ലാതെ അങ്ങനെ അനാവൃതമായി, നഗ്നമായി ഏത് രാജ്യത്തിന് ഇപ്പോൾ കയറി എന്തും ഇടാൻ കഴിയാവുന്ന രീതിയിൽ അതങ്ങനെ നിൽക്കുന്നു. ഇസ്ലാമാബാദിൽ ഉണ്ടാകുന്നു, റാവൽപിണ്ടിയിൽ ഉണ്ടാകുന്നു. അങ്ങനെ പോറസ് എന്ന് പറയാവുന്ന രീതിയിൽ, അരിപ്പ എന്ന് പറയാവുന്ന രീതിയിൽ അവരുടെ ആകാശം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധങ്ങളില്ലാതെ നിൽക്കവേ ബുന്യാനുൽ മുരീദ് അല്ലെങ്കിൽ അൺബ്രേക്കബിൾ വാൾ, തകർക്കാനാവാത്ത ഭിത്തി എന്നൊക്കെ വലിയ വായിലുള്ള പേരുകളൊക്കെ ഇടുന്ന തമാശ അത് അവർ തന്നെ ആലോചിക്കട്ടെ. ഇപ്പോൾ ഖ്വാജ ആസിഫൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തമാശകൾ കേട്ടാൽ അതിലും വലിയ തമാശയല്ല ഈ പറയുന്ന പേര്. ഖ്വാജ ആസിഫ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എസ്കേൻ, പാകിസ്ഥാൻ ഇന്ത്യയുടെ ഡ്രോണുകൾ പ്രതിരോധിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഡ്രോണുകൾ വന്നപ്പോൾ അത് അടിച്ചിടാതിരുന്നത് ഞങ്ങളുടെ ലൊക്കേഷൻ അവർ മനസ്സിലാക്കാതിരിക്കാനാണ് എന്നൊക്കെയുള്ള ചില തമാശകൾ അദ്ദേഹം പറയുന്നത് ദേശീയ അസംബ്ലിയിലാണ്. ഏതെങ്കിലും ഒരു അവിടുത്തെ സാധാരണ യൂത്ത് നേതാവൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇതൊരു രാജ്യത്തെ പ്രതിരോധ മന്ത്രി ഇത്തരത്തിലുള്ള തമാശകൾ യുദ്ധകാലത്ത് ചിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു എസ്കലേഷൻ കാലത്ത് ടെൻഷന് നൽകുന്ന ആശ്വാസമാണ് ഖ്വാജ ആസിഫിൻ്റെ വാക്കുകൾ കേൾക്കുന്നത്. കുറേ അധികം കാലമായി ഖ്വാജ ആസിഫ് ഇത്തരത്തിലുള്ള അക്ഷരാർത്ഥത്തിൽ മണ്ടത്തരങ്ങൾ എന്ന് പറയാവുന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിലൂടെ നമ്മൾ പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ ഈ പറഞ്ഞ എയർബേസ് ആക്രമണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, നമ്മൾ മുന്നോട്ടേക്ക് വെക്കാൻ പോകുന്ന രീതികൾ. എസ്കേൻ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ സമയം വരെ 1-1 10-10 എന്ന നിലയ്ക്ക് മാത്രമായിരുന്നു. അതേ അനുപാതത്തിൽ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് പറയുന്ന കാര്യം ഈ പറഞ്ഞ ആനുപാതികമായി, അതേസമയം ഉത്തരവാദിത്തപരമായി റെസ്പോൺസിബിളി എന്ന വാക്ക് പാകിസ്ഥാൻ ഒരു പക്ഷേ കേട്ടിട്ട് പോലുമില്ലാത്ത, അവർക്ക് ഒരു പരിചയമില്ലാത്തൊരു വാക്കായിരിക്കണം റെസ്പോൺസിബിൾ എന്ന വാക്ക്. റെസ്പോൺസിബിൾ എന്ന വാക്ക് നമ്മൾ ആവർത്തിക്കും. നമ്മൾ ഉത്തരവാദിത്തപൂർവ്വമായി മാത്രമേ ഇതുവരെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ ആകുമോ കാര്യങ്ങൾ എന്ന സംശയം എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ നയപരമായ ഒരു തീരുമാനമാറ്റം ഉണ്ടാകുമോ? കാര്യം ഏതെങ്കിലും നമ്മൾ ഇത്തരത്തിൽ പരമാവധി സംയമനത്തിൻ്റെ ഭാഷ സ്വീകരിക്കുകയും പരമാവധി ക്ഷമയുടെ ഭാഷ സ്വീകരിക്കുകയും പരമാവധി ഉത്തരവാദിത്തത്തിൻ്റെയും പരമാവധി ജനാധിപത്യത്തിൻ്റെ ഭാഷ സ്വീകരിക്കുമ്പോൾ പാകിസ്ഥാൻ അതിനെയൊക്കെ അങ്ങേയറ്റം പരിഹസിക്കുന്ന മട്ടിൽ, അങ്ങേയറ്റം പുല്ലുവില കൊടുക്കുന്ന മട്ടിലുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടാവുകയും ഇത്തരത്തിൽ നമ്മുടെ ജനവാസ മേഖലകളിലേക്ക് അയക്കുകയും നമ്മുടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായ രാജ്യത്തൊരു രക്തസാക്ഷിയാണ്. 2 സൈനികർ
ഇപ്പോൾ ഒരു എസ്കലേഷൻ സമയത്ത് സൈനിക വീരമൃത്യു അതും ഉണ്ടാവരുത് അത്ര, പക്ഷേ വീരമൃത്യു പോലെയല്ല സ്കെയിൻ. ജമ്മു കാശ്മീരിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മിടുക്കനായ ഉദ്യോഗസ്ഥൻ ഥാപ്പ കൊല്ലപ്പെടുന്ന സാഹചര്യം, രാജ്കുമാർ ഥാപ്പ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ അങ്ങേയറ്റത്തെ വെല്ലുവിളിയാണ്, അങ്ങേയറ്റത്തെ പ്രകോപനമാണ്. ആ പ്രകോപനത്തിൻ്റെ മറുപടിയിൽ 1-1 അല്ലെങ്കിൽ അവരിങ്ങോട്ട് പറയുന്ന അതേ ഡൊമൈനിൽ അതേ ഇൻറ്റൻസിറ്റിയിൽ മാത്രം തിരിച്ചടിച്ചാൽ മതിയോ, അതോ ഇനി അത്തരത്തിലുള്ള അതിസാഹസങ്ങൾ ഡൽഹിയിലേക്ക്, രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക് ഒരു മിസൈൽ അയക്കാൻ മാത്രം തോന്നാത്ത രീതിയിൽ നമ്മുടെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കാൻ ഈ പറഞ്ഞ ഷെല്ലുകൾ അവിടുന്ന് വിക്ഷേപിക്കാൻ കഴിയാത്തവണ്ണം, പാങ്ങില്ലാത്തവണ്ണം കുറച്ചുകൂടി ഇൻറ്റൻസിഫൈഡ് ആക്രമണം ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെ നമുക്ക് ഒരുപക്ഷെ വാർത്താ സമ്മേളനത്തിൽ അറിയാൻ കഴിയും. എസ് കെ. ഓക്കെ, വാഷ്മി താജ് ഇബ്രാഹിമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.